അമേരിക്ക പൂർണ്ണമായി വിജയം കൈവരിക്കുന്നത് വരെ, ഇറാൻ്റെ സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നത് വരെ യുദ്ധം തുടരും. അവർ പേടിച്ച് അവരെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വിഷമിറക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരും ഒരുപോലെ വിജയം ആഘോഷിക്കും. ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമോ എന്നതാണ് ചോദ്യം. പുടിനല്ല ഇവിടെ യഥാർത്ഥ ശക്തി, അത് ഷീ ജിൻപിങ് ആണ്, ചൈനയാണ്. എപ്പോഴെല്ലാം അമേരിക്ക ബുദ്ധിമുട്ട് അനുഭവിച്ചോ, ജൂയിഷ് ബ്രെയിൻ കെയിം ഇൻ വെരി ഹാൻഡി to put America back on the rail, on track. എപ്പോഴും അമേരിക്കയോടൊപ്പം ഏത് സമയത്തും വിശ്വസിച്ച് ചാടിയിറങ്ങാൻ കഴിയുന്ന ഇസ്രയേലും അതുപോലെയാണ്. എപ്പോഴും കൗണ്ട് ചെയ്യാവുന്ന ഒരു വലിയ മാവൻ. ട്രംപിന് ഉരുളക്കുപ്പേരി പോലെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ഇറാനിലുണ്ടെങ്കിൽ അത് മുജ്തബ ഖുമൈനി ആവും എന്ന ഇറാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ IRGCയുടെ സൈന്യത്തിൻ്റെ എല്ലാം തീരുമാനപ്രകാരം മുജ്തബ ഖുമൈനി വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നത് വലിയ ചുമതലയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ സൈനിക നീക്കത്തിൽ നിന്നും പിൻവാങ്ങുകയാണോ? അത്തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വിഷയം ഇസ്രായേലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനൊന്നും അറിയില്ല, ഞങ്ങളുടെ സൈനിക നീക്കം ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇറാനാകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അയൽപക്കങ്ങളെ ആക്രമിക്കില്ല, തങ്ങളെ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവരും വാക്ക് പാലിക്കുന്നില്ല, ആക്രമണം തുടരുകയാണ്. മറുവശത്ത് നോക്കുമ്പോൾ ഇന്ധനക്ഷാമം, പാചകവാതക ക്ഷാമം ഒക്കെ തന്നെ പല ഭാഗത്തും ലോകത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും നമുക്ക് ലഭിക്കുകയാണ്. പരിശോധിക്കാം നമുക്ക് എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുക. അത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതായതുകൊണ്ട് തന്നെയാണ് ഇത് പ്രാധാന്യമേറുന്നൊരു വിഷയമായി മാറുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സാറിന് എന്ത് തോന്നുന്നു? ട്രംപ് പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിൽ നിന്ന് ഞങ്ങളങ്ങ് പിന്മാറുകയാണ്. പക്ഷേ ഞാനിത് ചോദിക്കാൻ കാരണം, മറ്റേത് ലോക നേതാവാണെങ്കിലും അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഇമ്പാക്ട്സ് ഒക്കെ ആയിരിക്കും ഞാൻ ചോദിക്കുക. പക്ഷേ ഞാനിവിടെ ചോദിക്കുന്നത്, ട്രംപ് പറഞ്ഞത് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുമോ? ട്രംപ് ആയതുകൊണ്ടാണ് ചോദ്യം. അതെ, അതാണ് അടിവരയിട്ട് പറയേണ്ടത്. പറയുന്നത് ട്രംപ് ആയതുകൊണ്ട്, ഇപ്പോൾ പറയുന്നതല്ല നാളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല. ഇറാൻ പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. നിങ്ങൾക്ക് യുദ്ധം തുടങ്ങി വയ്ക്കാം, നിങ്ങൾ തന്നെയാണ് തുടങ്ങി വെച്ചത്, പക്ഷേ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏകപക്ഷീയമായി അവസാനിപ്പിച്ച് കട്ടയും പടവും എടുത്തുകൊണ്ട് പോകാം. ഇതൊരു പഞ്ച് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പഞ്ച് ഡയലോഗാണെന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് ആശയക്കുഴപ്പത്തിലാണ് എന്ന് വേണം കരുതാൻ. കൃത്യമായ പഠനമോ കൃത്യമായ ആസൂത്രണമുണ്ട്. പഠനമുണ്ടോ എന്നതറിയില്ല. കാരണം ടൈമിംഗ് ഒരു ഫാക്ടറാണ്. ഏത് യുദ്ധത്തിലും തുടങ്ങുന്ന ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം അറിഞ്ഞുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഡിസയർഡ് ഒബ്ജക്റ്റീവ്, ഈ ഒബ്ജക്റ്റീവ്സ് ഇത്ര കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കണം, എന്നിട്ട് പിൻവാങ്ങണം. ഇതാണല്ലോ ഏത് യുദ്ധത്തിൻ്റെയും തന്ത്രം. അതെ, എക്കാലത്തും യുദ്ധം തുടരാനാവില്ല. അതുകൊണ്ട് അമേരിക്ക ഒറിജിനലി പറഞ്ഞത് ഏതാനും ദിവസങ്ങൾ, പിന്നീട് തിരുത്തി പറയുന്നു 4 ആഴ്ച, പിന്നീട് 8-9 ആഴ്ച എന്ന രീതിയിലുള്ള സംസാരവും ഉണ്ടായി. അതുകൊണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ട്രംപ് 2 പ്രസ്താവന നടത്തി. ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്ന പ്രസ്താവന നടത്തി. അതിനുശേഷം വിതിൻ 2 or 3 hours അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കാരെ, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുടെ മുന്നിൽ വന്ന് പറയുന്നു, അമേരിക്ക പൂർണ്ണമായി വിജയം കൈവരിക്കുന്നത് വരെ, ഇറാൻ്റെ സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നത് വരെ യുദ്ധം തുടരും. ഒരേ ആളാണ് 2-3 മണിക്കൂർ ഇടവിട്ട് തികച്ചും വ്യത്യസ്തമായ 2 പ്രസ്താവനകൾ. ഇത് രണ്ടും പബ്ലിക് ഡൊമൈനിലുള്ളത് കൊണ്ട് ട്രംപിൻ്റെ വാക്കുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താനോ നിഗമനത്തിലെത്താനോ നമുക്ക് കഴിയില്ല. ഇൻ കേസ് അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സൈനിക നീക്കം തുടങ്ങിയതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന്. അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്നതാണ്, പിന്നീട് ആഴ്ചകളായി. മനസ്സിലാക്കി കാണും ട്രംപ് ഇത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു യുദ്ധമല്ല, ഇത് വല്ലാത്തൊരു ഏടാകൂടമായി പോയി, ഞങ്ങളുടെ കഴുത്തിൽ കുടുങ്ങിയ ഒരു പാമ്പായി മാറിയിരിക്കുകയാണ് ഇറാൻ, അതിനെ വേഗത്തിൽ അങ്ങനെ അങ്ങ് വധിക്കാൻ സാധിക്കില്ല, ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല വേഗത്തിൽ. അത് മനസ്സിലാക്കിയത് കൊണ്ട്
അധികം കൈ പൊള്ളുന്നതിന് മുൻപ് പിൻവാങ്ങിയതാണോ? ഖമനേയിയുടെ വധത്തെ തങ്ങളുടെ ഒരു ക്രെഡിറ്റായി എടുത്തു കാട്ടാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചു. ഖമനേയിയുടെ മകൻ എന്തായാലും പുതിയ ഭരണാധികാരിയെ വന്നു, അപ്പോൾ ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ ന്യായം പറഞ്ഞുകൊണ്ട് കൂടുതൽ നഷ്ടം സംഭവിക്കാത്ത തരത്തിൽ ഇതിൽ നിന്ന് പിൻവാങ്ങിയതായിരിക്കുമോ? അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു തോട്ട്. ഭരണമാറ്റം എന്നതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിയണം. ആയത്തുള്ള അലി ഖമനി എന്ന വ്യക്തി മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് യഥാർത്ഥ ഭരണമാറ്റം സംഭവിക്കുമോ? അതോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. IRGC, ഉന്നത നേതാവ്, ഗാർഡിയൻ കൗൺസിൽ, പിന്നീട് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ്, മറ്റ് പല സമിതികൾ, ഇതെല്ലാം ചേർന്ന ഒരു ഇറാൻ്റെ ഘടന. ആ ഘടന അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഭരണമാറ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് ഉദ്ദേശിച്ചത് നടന്നില്ല എങ്കിൽ നടന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുക. അതായത് അടിച്ച വഴിയെ പോയില്ല എങ്കിൽ പോയ വഴിയെ അടിക്കുക. അല്ലെങ്കിൽ സംഭവിച്ചതെല്ലാം തങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം രക്ഷിച്ചുകൊണ്ട് പിൻവാങ്ങാനൊക്കും. പിന്നെ പറയാനുണ്ടല്ലോ, എത്രയോ ട്രോഫികളാണ്. ഒന്നാം ദിവസം തന്നെ 48 ട്രോഫികളാണ്. ഉന്നതരായ 48 നേതാക്കന്മാരാണ് ആദ്യ മണിക്കൂറിൽ തന്നെ മരിച്ചത്. അപ്പോൾ ഇറാൻ്റെ ശേഖരം കുറേയൊക്കെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ലല്ലോ. അതിൽ തെളിവുകളും ഹാജരാക്കാനുണ്ടാവും. പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുകയുമില്ല. അത്രയും വിശാലമായ രാജ്യമാണ് ഇറാൻ. മലനിരകളിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന മിസൈൽ ശേഖരമൊന്നും പൂർണ്ണമായി നശിപ്പിക്കാനാവില്ല. ഇറാന് ഏതാണ്ട് 600ഓളം 3000 മിസൈലുകളുടെ ശേഖരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് അമേരിക്കൻ എസ്റ്റിമേറ്റ്സ്. 600 എണ്ണം ശബ്ദ അതിവേഗ മിസൈലുകളാണ്. അതായത് ഈ ഹൈപ്പർസോണിക് മിസൈൽ, ശബ്ദത്തേക്കാൾ 6-7 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. ഹൈപ്പർസോണിക് മിസൈലുകളെ തകർക്കാൻ താഡ് സംവിധാനത്തിനോ അമേരിക്കയുടെ പെട്രിയോട്ട് സംവിധാനത്തിനോ എളുപ്പം കഴിയില്ല. അപ്പോൾ ആ മിസൈലുകൾ കാര്യമായി ഉപയോഗിച്ചതായി നമുക്കറിയില്ല. ഇപ്പോൾ 3 എണ്ണം ഉപയോഗിച്ചതായിട്ട് ഇറാൻ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ബാക്കി എവിടെ ഉണ്ടെങ്കിൽ, ഇനി ഉണ്ട് എന്നത് കെട്ടുകഥയാണെങ്കിൽ പിന്നെ ഈ പറയുന്നതിന് പ്രസക്തിയില്ല. ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നു, ഒളിച്ചിരിപ്പുണ്ടോ എങ്കിൽ ഈ താഡ് സംവിധാനത്തിലെയും പേട്രിയോട്ടിലെയും അവനാഴി മുഴുവൻ ശൂന്യമാകുമ്പോൾ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു വരുമ്പോൾ, ഈ മിസൈലുകൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അതൊരു വലിയ പോസിബിലിറ്റിയാണ്. അപ്പോൾ അതിനുള്ള ലോഞ്ച് സംവിധാനങ്ങളുണ്ടോ? അത് പൂർണ്ണമായി തകർക്കാൻ അമേരിക്ക കഴിഞ്ഞോ അറിയില്ല. ആദ്യ നിമിഷങ്ങളിലൊക്കെ തന്നെ ഏറിയൽ ഈ ലോഞ്ച് കേപ്പബിലിറ്റീസാണ് ആദ്യം തകർക്കുന്നത്. അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കും, റഡാറുകൾ തകർക്കും. ഇതെല്ലാം പൂർണ്ണമായി തകർക്കാൻ കഴിയുമോ? വലിയ രാജ്യമാണ് ഇറാൻ്റെ. ഭൂവിസ്തൃതി വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കേട്ടത്, അതായത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈൽ കോട്ടകളുണ്ട് അവർക്ക് ഒത്തിരിയുണ്ട്. മിസൈൽ സിറ്റീസ് എന്നാണ്. മിസൈൽ സിറ്റീസ് ഉണ്ട്. ആ മിസൈൽ സിറ്റീസിലേക്ക് കടക്കാൻ സാധിക്കാത്ത വിധം അതിൻ്റെ കവാടത്തിൽ നിരന്തരം ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് അകത്ത് പോയി ഈ മിസൈലുകൾ എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരുപാട് യുദ്ധമല്ലേ, ഒരുപാട് തിയറീസ്, കഥകൾ, നിഗമനങ്ങൾ, ഒരുപാട് ഫെർട്ടൈൽ ഇമാജിനേഷന് സ്കോപ്പുള്ളൊരു സ്ഥലമാണ്, സമയമാണ് യുദ്ധം. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം യഥാർത്ഥത്തിൽ ഇറാൻ്റെ മണ്ണിൽ പ്രവേശിച്ച് കൃത്യമായി റിപ്പോർട്ടിംഗ് നടത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇർണ നൽകുന്നതാണ്, ഇറാൻ ന്യൂസ് ഏജൻസി. അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ചിത്രവും പൊതുവെ ഒഫീഷ്യൽ വേർഷൻസാണ്. ഇസ്രായേൽ, ഉദാഹരണം, ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണ്, പ്രസ് ഫ്രീഡം ഉള്ള രാജ്യമാണ്. പക്ഷേ ഇസ്രായേൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനാവില്ല. ഇസ്രായേൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി പൊതുസമൂഹത്തിന് അറിയുകയുമില്ല. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ സ്ട്രിക്റ്റായ സെൻസർഷിപ്പ് ഉണ്ട് അവിടെ. യുദ്ധമില്ലെങ്കിൽ പോലും അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ജനവാസ മേഖലകളിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അറ്റ് ദ ഔട്ട്സെറ്റ്. പക്ഷേ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനോ പ്രചരിപ്പിക്കാനോ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനോ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഒരു വലിയ ദുരൂഹത ഇതിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ട്രംപ് പറയുന്നത് തങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തീകരണത്തോടടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നേണ്ടതാണ്. ഇത് അവസാനിക്കാൻ പോകുന്നു. രണ്ടു കൂട്ടരും പറയും. അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതുകൊണ്ട് ഇനി തുടർന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ പിൻവാങ്ങുന്നു. ഇറാൻ പറയും അവർ ഒരു ലക്ഷ്യവും പൂർത്തീകരിച്ചിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ഫേംലി സീറ്റഡ് ആണ്. അവർ പേടിച്ച് അവരെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വിഷമിറക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരും ഒരുപോലെ വിജയം ആഘോഷിക്കും. ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നതിന് മുൻപ്
പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ചയല്ല ടെലിഫോൺ സംഭാഷണം നടത്തി. ദീർഘ സംഭാഷണമാണ് നടത്തിയത് എന്നും ഒട്ടേറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഇരു നേതാക്കളും സംസാരിച്ചു എന്നാണ് പറയുന്നത്. എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അതോ ഇതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചോ എന്നും അറിയില്ല. ആ സംഭാഷണവും ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാട് ഇളക്കത്തിന് പിന്നിലും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ യുദ്ധസമയത്ത് ശക്തരായ രണ്ട് ലോക നേതാക്കൾ സംസാരിച്ചു, ഹോട്ട്ലൈനിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് ശുഭോദർക്കമായ കാര്യമാണ്. എന്താണ് സംസാരത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഇവർ പറയുന്നത് മാത്രമേ എടുക്കാനാവൂ. ഇവർ രണ്ടുപേരും എന്താണ് ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ടില്ല. റഷ്യയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന വന്നു, അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം അപലപനീയം, ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ സേനാ വിന്യാസം ഒന്നും തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇറാന് വേണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇറാന് വേണ്ടി റഷ്യ അന്താരാഷ്ട്ര സമിതികളിൽ ഒരുപക്ഷെ ചില നീക്കങ്ങൾ സമ്മർദ്ദം ചെലുത്തിയേക്കാം. പിന്നെ ഉള്ളത് ഇറാന് വേണ്ട രീതിയിലുള്ള സാറ്റലൈറ്റ് ബാക്കിംഗ് കൊടുക്കാൻ റഷ്യക്ക് കഴിഞ്ഞേക്കാം. അത് കഴിയുന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഇറാൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത്. ട്രംപുമായി സംസാരിച്ചത് എൻ്റെ ഒരു ചിന്ത, കഴിഞ്ഞ തവണ നോബൽ സമ്മാനം എനിക്ക് കിട്ടാമായിരുന്നു, താങ്കളൊന്ന് വഴങ്ങിയിരുന്നെങ്കിൽ, യുദ്ധമൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, എൻ്റെ പേര് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് ഡൊണസ്ക് ലുഹാൻസ് പ്രവിശ്യകൾ പെർമനൻ്റായി ലഭിക്കുകയും ചെയ്യും, എനിക്ക് എൻ്റെ ഷോക്കേസിൽ നോബൽ സമ്മാനം ഇരിക്കുകയും ചെയ്യും. ഇവർക്ക് തമ്മിൽ നല്ല അടുപ്പമാണെന്നാണ് കേൾക്കുന്നത്. പുടിനും ഇവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശത്രുക്കളാണ്. വ്യക്തിപരമായി വലിയ അന്തർധാര ഉണ്ട് ഈ വലിയ നേതാക്കൾ തമ്മിൽ. അവരൊക്കെ വളരെ കൊച്ചു വർത്താനമൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് എന്നാണ്. സാറിന് അറിയാമായിരിക്കും. ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് സന്ദർഭവശാൽ പറയുന്നു എന്ന് മാത്രം. അതായത് നമ്മുടെ കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ സംയുക്ത നിക്ഷേപം നടത്തുന്നവരാണ് എന്നാണ്, അതായത് ബിസിനസ് പാർട്ട്നേഴ്സാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആകാമോ ട്രംപ് പുടിനും എന്നാണോ നമ്മൾ? അല്ല, അതുപോലെയൊക്കെ ആകാം. കേരളത്തിൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ ഡൽഹിയിൽ ചെല്ലുമ്പോൾ പലരും ഒറ്റ കൈയാണ്. അവിടെ പാർട്ടിയൊന്നും ബാധകമല്ല. പിന്നെ വിദേശത്ത് പോകും, പിന്നെ ഇതൊന്നും നാട്ടിലെ രാഷ്ട്രീയം യാതൊരു. ഇപ്പം പുടിനെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക്കൻ പാർട്ടി എന്ത്, ഡെമോക്രാറ്റിക് പാർട്ടി എന്ത്, പുടിൻ്റെ കൺസേൺ അല്ല. പുടിൻ്റെ കൺസേൺ, പുടിൻ്റെ താല്പര്യങ്ങൾ, റഷ്യയുടെ താല്പര്യങ്ങൾ, തൻ്റെ അധികാര കസേര തുടരണം. ട്രംപിൻ്റെ താല്പര്യം അതൊക്കെ തന്നെയല്ലേ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിന് റഷ്യയിൽ ചെല്ലുമ്പോൾ മറ്റൊരു നിറമാണുള്ളത്. മേക്ക് മൈ പ്രസ്റ്റീജ് ഇൻടാക്ട്, ലെറ്റ് മീ റിമെയിൻ ഇൻ പവർ ആസ് ലോങ് ആസ് ഐ ക്യാൻ. അത് നിങ്ങൾ കൂടി വിചാരിച്ചാൽ എനിക്ക് നല്ലൊരു ഓണറബിൾ എക്സിറ്റ് കിട്ടും. ഞാനിതാ വൃദ്ധനായി കഴിഞ്ഞു, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നും ആ പൊതുജീവിതത്തിൽ നിന്നും ഗ്ലിറ്ററിങ് ഇതിൽ നിന്നും എല്ലാം മാറുകയാണ്. എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം സമാധാന സ്ഥാപകൻ എന്ന രണ്ട് വഴിയുണ്ട്. ഒന്ന്, നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാം. ഇനി പലസ്തീൻ ഞാനൊരു പരുവത്തിനാക്കി ബോർഡ് ഓഫ് പീസ് ഒക്കെ ഞാൻ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇറാൻ വഴങ്ങുന്നില്ല, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്ത് അവിടെ സമാധാനം കൊണ്ടുവരും. അപ്പം നോബൽ സമ്മാന സമിതിക്ക് ഞാനൊരു ക്ലാസ് എടുക്കും. ഏതാ, യുദ്ധത്തിലൂടെ സമാധാനം കൊണ്ടുവന്ന ആദ്യ നേതാവ് എന്ന നിലയിൽ അവർക്കൊരു പുതിയ കാഴ്ചപ്പാടാണ്. സമാധാനമായിട്ടിരിക്കാൻ യുദ്ധം സഹായിക്കുമെങ്കിൽ ആത്യന്തികമായി പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവന്ന ദൈവദൂതനാകുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം വേണ്ടാത്തൊരു വ്യക്തിക്ക് അത് കൊടുത്തു. അത് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്, വെനസ്വേലയിലെ നേതാവാണ്. അവർക്ക് നിങ്ങൾ കൊടുത്ത ട്രോഫി എൻ്റെ ഷോക്കേസിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് കൊടുക്കാനേ ആവൂ, വാങ്ങി വെക്കുന്ന ഞാനായിരിക്കും ആർക്ക് കൊടുത്താലും എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് പുടിനുമായി സംസാരത്തിലാണ് ഈ വാചകങ്ങൾ വരുന്നത്. ഇവിടെ പുടിനുമായിട്ട് എന്തായിരിക്കും സംസാരിച്ചത്? റഷ്യ നീഡ് നോട്ട് എൻറ്റർ ദി വാർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഹെൽപ്പ് അസ് ഫിനിഷ് ഇറ്റ്. ഇതായിരിക്കാം പറഞ്ഞത്. അത് റഷ്യ കൂടെ സഹകരിച്ചേ പറ്റൂ. ഇന്നത്തെ നിലയിൽ റഷ്യ ഇൻഡയറക്ട്ലി ഇറാനെ സഹായിച്ചാൽ പോലും യുദ്ധം അവസാനിക്കില്ല. റഷ്യ കുടിച്ചൊരുക്ക് കാണും. ഇൻഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി ഉക്രൈനെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സഹായിച്ചത് കൊണ്ടാണല്ലോ ഈ യുദ്ധം നീണ്ടുപോകുന്നത്. അതുകൊണ്ട് പുടിനെ സംബന്ധിച്ചിടത്തോളം കാറ്റഗോറിക്കായ ഉറപ്പുകൾ ഒന്നും തന്നെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ളടക്കം ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ടേക്കിംഗ് വേൾഡ് ലീഡേഴ്സ് ഇൻ ടു കോൺഫിഡൻസ്. പക്ഷേ ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമോ എന്നതാണ് ചോദ്യം. പുടിനല്ല ഇവിടെ യഥാർത്ഥ ശക്തി, അത് ഷീ ജിൻപിങ് ആണ്, ചൈനയാണ്.
അതെ, തീർച്ചയായിട്ടും. കാരണം റഷ്യയുടെ ശക്തി കഴിഞ്ഞ കുറേ നാളായി ചോർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ചോർന്ന ആവനാഴിയാണ്. ഇപ്പോൾ മറ്റത് ഇൻടാക്റ്റാണ്, അവിടെ ഫുള്ളി അൺടെസ്റ്റഡ് ഡ്രാഗൺ. അതെങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? വിൽ ഇറ്റ് ബി എ ഫയർ സ്പിറ്റിംഗ് ഡ്രാഗൺ, അതോ ഈ ഊതിപ്പെരുപ്പിച്ച ചൈനയുടെ ശക്തി? ഒരിക്കലും ചൈനീസ് ആയുധങ്ങളുടെ പ്രഹരശേഷി ലോകം കാര്യമായി കണ്ടിട്ടില്ല. അത് ആദ്യമായി ഡിസ്പ്ലേ ചെയ്യാൻ അവസരം കിട്ടുമോ? ഇപ്പോൾ അമേരിക്കയുടെ ആയുധ ശേഷിയും പ്രഹരശേഷിയും നിരന്തരം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് യുദ്ധത്തിലും അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്ക നേരിട്ടിടപെടുന്ന യുദ്ധത്തിലും മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലും അമേരിക്കൻ ആയുധങ്ങളുടെ ഒരു ഫോക്കസ് അത് അളക്കുന്നു. പക്ഷെ ചൈന അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ചൈന എന്ത് പറയും, എങ്ങനെ രംഗത്ത് വരും? ഒരിക്കലും നേരിട്ട് വരില്ലായിരിക്കാം, അതിനുള്ള സാഹചര്യമല്ലല്ലോ. എന്തായാലും ഈ പുടിനുമായി സംസാരിച്ചതിൻ്റെ ഔട്ട്കം എന്താണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ എന്നറിയില്ല. പക്ഷേ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങാനുള്ള സമയമായി എന്ന സൂചന നൽകിയതിന് പിന്നാലെ, ട്രംപ് നൽകിയതിന് പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റ് കരകയറുന്നതിൻ്റെ സൂചന കണ്ടു. പെട്രോളിയം വില കുതിച്ചുയർന്നതോ അല്പം ഒന്ന് താഴേക്ക് പോകുന്നതും കണ്ടു. അപ്പോൾ ഒരു പ്രതീക്ഷ വന്നു, എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെ തുള്ളി വെളിച്ചം ലഭിച്ചു. പെട്രോളിയം ദൗർലഭ്യത്തിലേക്ക് ലോകം പോയി കഴിഞ്ഞാൽ, പാചകവാതക ദൗർലഭ്യത്തിലേക്ക് ലോകം പോയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ നാട്ടിലും ഇപ്പോൾ പാചകവാതക ക്ഷാമത്തിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു വശം, നമ്മൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യം നോക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ തന്നെ മർമ്മപ്രധാനമായിട്ടുള്ള എന്താണ് ഒരു പിടുത്തം പിടിക്കുവാൻ ഇറാന് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ വേഗത്തിൽ അവസാനിക്കണം എന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്ക ഒരു കച്ചവട രാജ്യമാണ്. അൾട്ടിമേറ്റ് കച്ചവടക്കാരനായ ഒരാൾ അതിൻ്റെ തലപ്പത്തുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ സമ്പത്തിൻ്റെ ഭാഷയാണ്. ഓഹരി വിപണിയിലാണ് തീർച്ചയായും ക്രയവിക്രയങ്ങൾ നടക്കുന്നത്. ഓഹരി വിപണി വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഉണ്ട്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇടയ്ക്കൊരു പ്രസ്താവന നല്ലതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു സൂത്ത് സേയിങ് ചിലപ്പോൾ ഓഹരി വിപണികളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഓഹരി വിപണികളിലേക്ക് ഒരു ഊർജം താൽക്കാലികമായെങ്കിലും പ്രസരിപ്പിക്കാൻ ഉതകുന്ന ഒരു പ്രസ്താവന. അതൊന്ന്. രണ്ട്, റഷ്യയുടെ നിങ്ങൾ വാങ്ങിച്ചുകൊള്ളൂ. ഇന്ത്യയോട് പറയുകയാണ്, നിങ്ങൾ വാങ്ങിച്ചുകൊള്ളൂ, ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു, സ്റ്റാമ്പ്ഡ്, ഓക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് അമേരിക്ക? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ നൈജീരിയയിൽ നിന്ന് വാങ്ങണോ എന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്ക് അറിയാമല്ലോ. അപ്പോൾ അത് അമേരിക്കൻ ഓഡിയൻസിന് വേണ്ടിയുള്ള, അത് ഇന്ത്യയും പറയുന്നുണ്ട്. ഇപ്പം BJP ഹാൻഡിൽസ് ഒക്കെ പറയുന്നൊരു കാര്യമാണ്, അത് അമേരിക്കൻ ഓഡിയൻസിനെ സുഖിപ്പിക്കാൻ വേണ്ടി ട്രംപ് പറഞ്ഞ കാര്യമല്ലേ, നമ്മളതിന് അത്രയും വില കൊടുത്താൽ മതി. അത് ശരിയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയുമാണ്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ അമേരിക്കൻ മാഗ ക്യാമ്പിനെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ ഫിലോസഫിയെ പിന്താങ്ങിയ ആളുകൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഞാനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തു ഞങ്ങൾ വെളിയിൽ യുദ്ധങ്ങളൊന്നും ഏറ്റെടുക്കില്ല എന്ന്. ഇപ്പോൾ ഒരെണ്ണം ഏറ്റെടുക്കേണ്ടി വന്നു, അത് ഇന്ന അവസരത്തിലാണ്. പക്ഷേ അത് കാരണം ലോക വ്യവസ്ഥിതി അട്ടിമറിക്കപ്പെടില്ല, അത് ഞാൻ ഉറപ്പുവരുത്തും. റഷ്യൻ തൽക്കാലത്തേക്ക് സപ്ലൈ ചെയിൻ കട്ട് ചെയ്ത് പോകാതെ ലോക വിപണിയിൽ എത്താനുള്ള താൽക്കാലിക ബ്രീതിങ് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം തന്നെ തന്ത്രങ്ങളാണ്, ട്രംപിൻ്റെ തന്ത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ ട്രംപ് എന്താണ്, ഇവിടെ വരെ പോകും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സൂചനയും ഇല്ല. പക്ഷേ ട്രംപിനെ തിരുത്താൻ കഴിയുന്നത് അമേരിക്കയ്ക്കുള്ളിലെ കോൺഗ്രസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ അൾട്ടിമേറ്റ് പ്രഷർ ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻ തീർച്ചയായിട്ടും തിരുത്താനാവും. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രഷർ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, സൂചിപ്പിച്ചതാണ്, ഇസ്രായേലിന് വേണ്ടി എന്തിന് അമേരിക്ക യുദ്ധം ചെയ്യണമെന്ന് പലരും ചോദിക്കുന്നു. പക്ഷേ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ഇസ്രായേലിനെ തള്ളിപ്പറയാൻ ഭയക്കുന്നവരുണ്ട് അമേരിക്കയിൽ പോലും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇസ്രായേലിനെ എപ്പോഴും സഹായിക്കണം എന്ന ഒരു ബാധ്യത അമേരിക്കയ്ക്ക് മുകളിൽ എഴുതപ്പെടാത്തൊരു ബാധ്യത നിലനിൽക്കുന്നതായി തോന്നുന്നു. നമ്മൾ കാണുന്ന ഇന്നത്തെ അമേരിക്കയുടെ കെട്ടുപണിയിൽ ഏറ്റവും വലിയ കണ്ണിയായി പ്രവർത്തിച്ച ഒരു ജനതയാണ്, ചെറിയ ഒരു വംശീയ വിഭാഗമാണ്, മതവിഭാഗമാണ് ജൂതന്മാർ. സയനിസ്റ്റ് കോസ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്കുള്ളിൽ പൊട്ടിമുളയ്ക്കുകയും ലോകമാസകലം വ്യാപിക്കുകയും ചെയ്തത് ഇസ്രയേലിൻ്റെ രൂപീകരണത്തിന് കലാശിച്ചു. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ പിതൃത്വം ആ സെൻസിൽ അല്ലെങ്കിൽ ഹച്ച് ചെയ്തത്
മാതാവ് അല്ലേ, മാതൃത്വം. ഇസ്രായേൽ അങ്ങനല്ല പറയുന്നത്, ഫാദർലാൻഡ് എന്നല്ലേ, ജർമ്മൻസ് ആൻഡ് ജൂതൻ, മദർലാൻഡ് എന്നുള്ള പ്രയോഗമൊന്നും അവിടെ സാധാരണയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പിതൃത്വം, ആ വിത്ത് പാകിയത്, ആശയങ്ങളുടെ വിത്ത് പാകിയത്, നട്ട് നനച്ച് വളർത്തിയെടുത്ത് ഇസ്രായേലിനെ സൃഷ്ടിച്ചത് അമേരിക്കയാണെങ്കിൽ നിലനിർത്താനും ഞങ്ങൾക്കറിയാം. പിന്നെ അമേരിക്കയ്ക്ക് എപ്പോഴെങ്കിലും അന്തരാളഘട്ടമുണ്ടായാൽ, അമേരിക്ക വലിയ ആക്രമണ ഭീഷണി നേരിട്ടാൽ, അപ്പോഴെല്ലാം കണ്ടുപിടുത്തങ്ങളുമായി സഹായത്തിന് ഓടിയെത്തിയത് ജൂതന്മാരാണ് എന്നുകൂടി ഓർക്കണം. ജൂത ബ്രെയിനാണ് ആറ്റം ബോംബിൻ്റെ, ഹൈഡ്രജൻ ബോംബിൻ്റെ എല്ലാം നിർമ്മാണത്തിന് പിന്നിൽ, അതുപോലെ വലിയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ. അപ്പോൾ എപ്പോഴെല്ലാം അമേരിക്ക ബുദ്ധിമുട്ട് അനുഭവിച്ചോ, ജൂയിഷ് ബ്രെയിൻ കെയിം ഇൻ വെരി ഹാൻഡി ടു പുട്ട് അമേരിക്ക ബാക്ക് ഓൺ ദ റെയിൽ, ഓൺ ട്രാക്ക്. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അവിടെയാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഫൈനാൻഷ്യൽ, മിലിറ്ററി, അതല്ലെങ്കിൽ ഓർഡിനൻസ് മേക്കിംഗ് ഇൻഡസ്ട്രീസിലെല്ലാം തന്നെ, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ, ഇൻഷുറൻസ് സെഗ്മെൻറ്റ്, മണി ലോണ്ടറിങ്, മണി ലെൻഡിങ് സെഗ്മെൻറ്റ്, ബാങ്ക്സ്, ഇതെല്ലാം തന്നെ ജൂയിഷ് ലോബിയിലെ ആളുകൾ അവിടെ ഹൈപ്പർ ആക്റ്റീവാണ്. അതുകൊണ്ട് ജൂത താല്പര്യം, ഇസ്രായേൽ താല്പര്യം ആത്യന്തികമായി ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ഇനി കമല ഹാരിസ് വന്നിരുന്നെങ്കിലും ഇതിൽ കാര്യമായ മാറ്റമുണ്ടാവില്ല. ജൂതരാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമേരിക്ക ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഇത് അറ്റവും കടന്നുപോയി ട്രംപ് എന്നതാണ് വിമർശനം. ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണോ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രവർത്തനം? ആണോ? അതെ, ഇത് എല്ലാ കാലവും ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു കമ്മിറ്റി സിസ്റ്റമാണ്. ഈ പബ്ലിക് അഫയേഴ്സ് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അമേരിക്കയുടെ കൂടെ താല്പര്യങ്ങളാകുന്നത് എങ്ങനെ, ഇതാണ് ആ കമ്മിറ്റി പരിശോധിക്കുന്നത്. തിരിച്ചും അമേരിക്കയുടെ താല്പര്യ സംരക്ഷണത്തിന് ഇസ്രായേലി ഇൻ്റലിജൻസ് ഓൾസോ വിൽ ബി ഗിവിംഗ് കീ ഇൻപുട്സ്. പരസ്പര പൂരകമായ റിലേഷൻഷിപ്പാണ്. പണം അങ്ങോട്ട് കൊടുക്കുന്നു, ഇന്റലിജൻസ് ഇൻപുട്ട് ഇങ്ങോട്ട്, ഇന്റലിജൻസ് ഇൻപുട്ട് ഇങ്ങോട്ട് കിട്ടുന്നു, പണം അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു ലെവൽ. ഓക്കെ. പിന്നെ ജോയിൻറ്റ് ആക്ഷൻ കൊളാബറേഷൻ 2. പിന്നെ അമേരിക്ക നീഡ്സ് എ ഗോൾഡൻ ഐഡ് ബോയ് ഇൻ ദി ഓൾറെഡി ഹീറ്റഡ് വെസ്റ്റ് ഏഷ്യ. അവിടെ ഒരു ലിഞ്ച് പിൻ ഉണ്ടാവണം. അമേരിക്കയ്ക്ക് എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു രാജ്യവും അവിടെ ഇല്ല. സംയുക്ത സംരംഭം പൊന്മുട്ടയിടുന്ന താറാവായി പശ്ചിമേഷ്യയെ നിലനിർത്തുന്ന ഒരു ലക്ഷ്യത്തോടെ, ആ ഒരു നമ്മൾ കൺസീൽഡ് ആയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി പോകുന്ന, ഇത് തീരെ കൺസീൽഡ് അല്ല. അമേരിക്ക ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കൺസീൽഡ് അല്ല. പക്ഷേ അവരുടെ ലക്ഷ്യം ഈ ഗൾഫ് രാജ്യങ്ങൾ, അതെ, സിവിലൈസേഷനലി ഇസ്ലാമിക രാജ്യങ്ങളാണ് മിക്കതും, എല്ലാം സൗദി ഉൾപ്പെടെ നിവൃത്തി കേടുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ജൂതരാഷ്ട്രം അങ്ങനെയല്ല. 100% അവരുടെ ഒരു ഭാവി ഇറ്റ്സ് ഇൻഎക്സ്ട്രിക്കബിളി ഇൻ്റർട്വൈൻഡ് വിത്ത് അമേരിക്കാസ് ഫ്യൂച്ചർ. അതങ്ങനെയാണ്. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല. അവർ നാളെ മാറി ചിന്തിച്ചേക്കാം, അവരുടെ ജനത മാറി ചിന്തിച്ചേക്കാം. ജൂതരാഷ്ട്രവും അമേരിക്കയും ദേ ആർ ഓൺ ദ സെയിം പേജ് ഓൾവേസ്, ഹിസ്റ്റോറിക്കലി ആൻഡ് ഇൻ ദ ഇയേഴ്സ് ടു കം. അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ട് അത്രയധികം അമേരിക്ക വിശ്വസിക്കാവുന്ന ഒരു രാജ്യവും ലോകത്തിന്നില്ല. എപ്പോഴും അമേരിക്കയോടൊപ്പം ഏത് സമയത്തും വിശ്വസിച്ച് ചാടിയിറങ്ങാൻ കഴിയുന്ന ഇസ്രായേലും അതുപോലെയാണ്. എപ്പോഴും കൗണ്ട് ചെയ്യാവുന്ന ഒരു വലിയമ്മാവൻ അല്ലെങ്കിൽ ബിഗ് ബ്രദർ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതാണ് അമേരിക്ക. ആ ബന്ധം. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. അവിടെയാണ് ഇറാനെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അമേരിക്കയുള്ളിൽ ഇറാൻ്റെ ജനത വിചാരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ശരിയാണ്. 2 സിസ്റ്റംസാണ്. നമ്മൾ അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇറാൻ ഈസ് വെരി ലിമിറ്റഡ് അല്ലേ. വളരെ പരിമിതമായ അറിവാണ്. നമുക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് പോലും ഇറാനെക്കുറിച്ചുള്ള പഠനമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഡിസ്കഷൻ നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, പഠനമാണ് എല്ലാം. പീസ് ടൈമിലാണ് പഠനം നടക്കുന്നത്. അത് ഇൻ്റലിജൻസ് ആണ്, ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ആണ്. ഇറാൻ്റെ ഭൂമിയുടെ ഓരോ ഇഞ്ചും അളന്ന് കുറിച്ച് എവിടെയെല്ലാമാണ് ശത്രു ടാർഗറ്റുകൾ എന്നത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഠനമാണ്. നേതാക്കളെക്കുറിച്ചെല്ലാം പഠനമുണ്ട്. ഒരു കാര്യം പഠിക്കാനാവില്ല, ഈ വ്യക്തികൾ ഇറാനിയൻ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കയറി അവരുടെ ദേശീയ ബോധത്തെ ഒരു പഠനത്തിനും ശാസ്ത്രീയമായി അളക്കാൻ ആവില്ല. അവിടെയാണ് ഇറാൻ സർവൈവൽ. അതിൻ്റെ ഒരു
വ്യക്തമായ തെളിവാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങ് ഈ പറഞ്ഞ അതാണ് ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ്. അതെ അതെ, നമ്മൾ പറയുമ്പോൾ കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഖമനേയിക്കെതിരെ പോരാടി. അവരെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായി തങ്ങൾക്കെതിരെ ഒരു വിദേശ ശക്തി അല്ലെങ്കിൽ 2 വിദേശ ശക്തികൾ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു, അതും അനുവദിക്കാൻ സാധിക്കില്ല, ഏതറ്റം വരെയും പോകും, മരിച്ചാലും കീഴടങ്ങില്ല, ഇങ്ങനെ ഒരു മനസ്സ് അവർ പ്രകടമാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതെ, പക്ഷേ ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല. യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. ഇതൊരു ജനതയുടെ നേതൃത്വത്തിൻ്റെ അല്ല, ഒരു ജനതയുടെ ആറ്റിറ്റ്യൂഡാണ്. എങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെങ്കിൽ സമകാലിക രാഷ്ട്രീയമോ അല്ലെങ്കിൽ ആകാശത്ത് നിന്നുകൊണ്ട് ഈ സർവെയിലൻസ് സംവിധാനം ഒരുക്കുന്നതിലൂടെ പഠിക്കാനാവില്ല. ചരിത്രം തന്നെ പഠിക്കണം. ചരിത്രം ഒരു വലിയ പാഠപുസ്തകമാണ്. ഇറാനെ ഏതെങ്കിലും ഒരു ലോകശക്തിക്ക് ചരിത്രത്തിൽ എന്നെങ്കിലും കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേർഷ്യൻ എംപയർ സ്വയം പിരിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും പേർഷ്യൻ എംപയർ സ്വയം ഡിസിൻറ്റഗ്രേറ്റഡായി, വൈദേശിക ആക്രമണം ഉണ്ടായി, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വൈദേശിക ശക്തിക്കും ഇറാനെയോ അഫ്ഗാനിസ്ഥാനെയോ. ആ മണ്ണ് പൂർണ്ണമായി അവരുടേതാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു അവിടെയാണ് അണ്ടർ എസ്റ്റിമേറ്റഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അണ്ടർ എസ്റ്റിമേറ്റഡ് ദ റിസോൾവ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, അല്ലെങ്കിൽ ഓഫ് പീപ്പിൾ ഓഫ് ഇറാൻ. ഇറാൻ്റെ ജനത എങ്ങനെയാണ്? ആ ജനതയുടെ ഒരു പരിച്ഛേദം തന്നെയാണല്ലേ ഗവൺമെൻറ്. ഗവൺമെൻറ് അടിച്ചമർത്തുന്നു, ശരിയാണ്. ആ മുജ്തബ ഖൊമേനി, ഇപ്പോൾ പുതിയതായി ചുമതല ഏറ്റെടുത്ത അയത്തുള്ള അലി ഖൊമേനിയുടെ 2ാമത്തെ മകനായ മുജ്തബ ഖൊമേനിയെക്കുറിച്ച് അത്ര നല്ല ചിത്രമല്ല പറയാനുള്ളത് ആളുകൾക്ക്. കാരണം എന്തുകൊണ്ടാണ്? വളരെ വൈകി ഒരു ക്ലറിക്കൽ പദവിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ക്ലറിക്കായിട്ട് പഠിക്കാൻ പോയി, വൈദിക വൃത്തി പഠിക്കാൻ പോയി. 30 വയസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും 10-15 വയസ്സിൽ പഠിക്കാൻ തുടങ്ങുന്നത് 30 വയസ്സിലാണ്. ഒരു ആഫ്റ്റർ തോട്ടം നിലയിൽ അദ്ദേഹത്തിന് 10-17 വയസ്സുള്ളപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ IRGCയുമായി ബന്ധമുണ്ട്. പടിപടിയായി IRGCയിൽ ആഴത്തിൽ ബന്ധങ്ങൾ ഉറപ്പിച്ചു. IRGCയുടെ മുഖമായി മാറി, നേതൃത്വത്തിലല്ല, പക്ഷേ IRGCയും മുജ്തബ ഖൊമേനിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് ഒരു 4 പതിറ്റാണ്ടിൻ്റെ ബന്ധമാണ്. അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ അമേരിക്ക? 2015 മസൂദ് പസഷ്കിയ പിന്നെ ഒരു തീവ്ര നിലപാടുള്ള ഒരാൾ പ്രസിഡൻ്റായി വരുന്നു, അഹമ്മദി നിജാദ്. നിജാദിനെ കൊണ്ടുവന്നത് മുജ്തബ ആണ് എന്നാണ് പറയുന്നത്. 2ാമത് വീണ്ടും നിജാദ് തിരഞ്ഞെടുക്കപ്പെടുന്നു വൻ ഭൂരിപക്ഷത്തിൽ. ഇത് മുഴുവൻ സ്റ്റേജ് മാനേജ്ഡാണ്, അട്ടിമറിയാണ്, അതിന് പിന്നിൽ മുജ്തബയാണ് എന്നായിരുന്നു ഇറാൻ ജനതയുടെ ഒരു ഭാഗത്തിൻ്റെ ആരോപണം. അവരെയൊക്കെ ഇടിച്ചങ്ങ് നിരത്തി അതിശക്തമായി പോപ്പുലർ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കിയത് മുജ്തബ ഖമനയി ആണ് ചരിത്രപരമായി. പിന്നെ ഏറ്റവും അവസാനം മാസ അമിനി ഇല്ലേ, ശിരോവസ്ത്രം ധരിച്ചതിനെ പിന്നെ നാട്ടുകാർ തല്ലിക്കൊന്ന മാസ അമിനി, ആ വ്യക്തിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, ഇറാനിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഉരുക്കമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നതിന് ഉത്തരവിട്ടതും ഖൊമനിയുടെ പേരിൽ, അയത്തുള്ള അലി ഖൊമേനിയുടെ പേരിൽ മുജ്തബ ഖൊമേനിയാണ്. അതായത് അയത്തുള്ള അലി ഖൊമേനിയുടെ മിക്ക തീരുമാനങ്ങളുടെയും പിന്നിലെ ചാലകശക്തി, പ്രേരകശക്തി, ദ കാറ്റലിസ്റ്റിക് ഫോഴ്സ് വാസ് മുജ്തബ ഖൊമേനി. അപ്പോൾ അതാണ് ട്രാക്ക് റെക്കോർഡ്. അവിടെയാണ് ദർ ഇസ് എ മെറിറ്റ്. ക്രൂരമായൊരു പശ്ചാത്തലം, അടിച്ചമർത്തൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ നൗ ദേ ആർ ഫൈറ്റിംഗ് എ മച്ച് ബിഗർ ഈവിൾ കോൾഡ് അമേരിക്ക. അവിടെ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിയുന്ന ഒരു ആൺകുട്ടി വേണം എന്ന ഇറാനിയൻ സിസ്റ്റത്തിൻ്റെ ഒരു ചിന്തയാണ് മുജ്തബയ്ക്ക് നറുക്ക് വീഴാനുള്ള കാരണം. അമേരിക്ക പറഞ്ഞല്ലോ, 88 അംഗ കൗൺസിലൊന്ന് കൂടിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ അവിടെ ബോംബിടും. എന്നിട്ടെന്തായി? ബോംബൊന്നും ഇട്ടില്ലല്ലോ. തിരഞ്ഞെടുത്തു. ഇവിടെ കൂടിയെന്നറിയില്ല, എന്തായാലും തിരഞ്ഞെടുത്തു. പിന്നെ പറഞ്ഞു നിങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾക്ക് അയത്തുള്ള എന്തിനാണ് ഇറാനിൽ വിപ്ലവം നടത്തിയത്? ഇറാൻ ഷായുടെ ഭരണകൂടം ഹെറിഡിറ്ററി ആണ്, സക്സഷനാണ്, അങ്ങനെ പാടില്ല. അതുകൊണ്ട് ഒരു അയത്തുള്ളയുടെ മകനെ അടുത്ത അയത്തുള്ള ആയാൽ നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല. അനക്രോണിസമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. ഇല്ല, ഇന്ന് ദ നീഡ് ഓഫ് ദ അവർ ഈസ് ടു ഹാവ് എ സ്ട്രോങ് ലീഡർഷിപ്പ്. അതുകൊണ്ട് ട്രാക്ക് റെക്കോർഡ് അല്ല അവർ നോക്കിയത്. ഈ ഒരു നമ്മൾ വീട്ടിൽ ഒരു നായയെ വളർത്തുന്ന സമയത്ത് എന്താണ് നോക്കുക, എന്ത് പർപ്പസാണ്? ഓമനിക്കാനുള്ള നായയെ വളർത്തുന്നത് സമാധാന കാലത്താണ്. ഒരു ആക്രമണ ഭീഷണി നേരിടുന്നുവെങ്കിൽ നല്ല ഒന്നാന്തര പെഡിഗ്രിയുള്ള ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇറാൻ ജനത നീഡ് ദ അവർ ഈസ് ടു ഹാവ് എ തറോ ബ്രെഡ് ലീഡർ. കണ്ണിൽ ചോരയില്ലാത്ത,
കഠിനമായ നിലപാടുകൾ എടുക്കുന്ന, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ തന്നെ എടുക്കുന്ന, കട്ടക്ക് നിൽക്കുന്ന, എന്തു വന്നാലും നീക്കുപോക്കില്ലാത്ത, മനസ്സ് കരിങ്കല്ലായി മാറിയ. എങ്ങനെ കരിങ്കല്ലാകാതിരിക്കും? പിതാവ് മരണപ്പെട്ടു, അതെ, സ്വന്തം ഭാര്യ മരണപ്പെട്ടു, സ്വന്തം പുത്രൻ മരണപ്പെട്ടു. അങ്ങനെയുള്ള ആളിന് മുൻപിൻ നോക്കേണ്ടതില്ല. ട്രംപിന് ഉരുളക്കുപ്പേരി പോലെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ഇറാനിലുണ്ടെങ്കിൽ അത് മുജ്തബ ഖുമൈനി ആവും എന്ന ഇറാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ IRGCയുടെ സൈന്യത്തിൻ്റെ എല്ലാം തീരുമാനപ്രകാരം മുജ്തബ ഖുമൈനി വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നത് വലിയ ചുമതലയാണ്. അദ്ദേഹം പോയാൽ അടുത്തയാൾ. അപ്പോൾ ആ രീതിയിൽ ഇറാൻ മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് റെസിലിയൻസ്. അത് ചരിത്രപരമായി ജീനിലൂടെ നൂറ്റാണ്ടുകൾ കടന്ന് ചരിത്രപരമായ ജീനിലൂടെ എത്തിയ ഇറാൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. പാശ്ചാത്യ അല്ലെങ്കിൽ ഇതര അധിനിവേശ ശക്തികൾ തങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചോളാം. അവർ പ്രതിഷേധം നടത്തും, അവർ മുജ്തബയ്ക്കെതിരെ പ്രതിഷേധം നടത്തും. പക്ഷേ ഇങ്ങോട്ട് ആക്രമണം നടത്തിയാൽ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ഇറാനും ജനത ഒരുമിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ആ സൂചനയാണ് കാണുന്നത്. ഒരു രീതിയിലും കൈവിട്ട് പോയിട്ടില്ല ഇറാനിൽ. വലിയ രീതിയിൽ അമേരിക്കൻ ആക്രമണം നടക്കുമ്പോൾ സാധാരണ 2000-ൽ പരം പേരാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ വിരോധം ഇറാൻ ഗവൺമെൻറ്റിനോടാണോ അതോ ആക്രമിച്ച ഇസ്രായേലിനോടോ അമേരിക്കയോടുമാണോ? അപ്പോൾ ഇറാൻ ഗവൺമെൻറ് എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ ജനം പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് വെളുക്കാൻ തേക്കുന്നത് ഇപ്പോൾ പാണ്ടാകുന്നു എന്ന ചിന്ത അമേരിക്കയ്ക്കുള്ളത്. എത്ര കാലം ഈ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടതാണ്, ചരിത്രപരമായി കണ്ടതാണ്. ഈ വിയറ്റ് കോങ് ഗറില്ലകൾ വിയറ്റ്നാമിൽ എന്തുണ്ടായിട്ടാണ് അവർ അമേരിക്കൻ സേനയോട് പോരടിച്ച് നിന്നത്? അതിനേക്കാൾ എത്രയോ ശക്തമായ സന്നാഹങ്ങളാണ് ഇറാനിലുള്ളത്. ടോപ്പോഗ്രഫി വ്യത്യാസമുണ്ട്, അത് വനങ്ങളാണ്. എന്തായാലും ഒരു ജനത കീഴടങ്ങാൻ തയ്യാറാവാത്ത ഒരു ജനതയെ ചട്ടം പഠിപ്പിക്കാനോ പൂർണ്ണമായി കീഴടക്കി നൂലിൽ കെട്ടി ഇറക്കിയ ഒരു പുതിയ ഗവൺമെൻറ് സ്ഥാപിക്കാനോ കഴിയില്ല എന്ന് ഒരുപക്ഷെ അമേരിക്ക ഇപ്പോൾ വേദനയോടുകൂടി മനസ്സിലാക്കുന്നുണ്ടാവാം. അല്ലാതെ എല്ലാം ഭദ്രമായതുകൊണ്ടോ ഇവിടെ എല്ലാം പാലും തേനും ഒഴുകുന്നതുകൊണ്ടോ നല്ല അമ്പോറ്റി മനുഷ്യനാണ് മുജ്തബ ഖുമൈനി എന്നോ അല്ല അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ വാസ്തവമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആയുധം കൊണ്ടെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവിടെ കലാപം അഴിച്ചുവിടാനുള്ള വിത്ത് പാകിയിട്ടായിരിക്കും ഇവർ പിൻവാങ്ങുക എന്നുകൂടി എൻ്റെ മനസ്സ് പറയുന്നു. അല്ല, അങ്ങനെ ചെയ്താൽ ഒസാമ ബിൻ ലാഡൻ എന്മാർ പലരും ഉണ്ടാകും. ലാഡനെ സൃഷ്ടിച്ചത് അമേരിക്ക അന്തകനായതും ലാഡൻ. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ വേലുപ്പിള്ള പ്രഭാകരനെ സൃഷ്ടിച്ച അതാരോ അവരൊക്കെ തന്നെ പ്രഭാകരൻ്റെ തോക്കിൻ്റെ ചൂടറിഞ്ഞു അല്ലേ? രാജീവ് ഗാന്ധി അങ്ങനെ പോയി. അതിനു മുമ്പ് തന്നെ ഭിദ്രൻവാല, സന്ത് ജർണയിൽ സിംഗ് ഭിദ്രൻവാല സുവർണക്ഷേത്ര ആക്രമണത്തിൽ തീർച്ചയായും ഭിദ്രൻവാല വധിക്കപ്പെട്ടു. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഇന്ദിരാഗാന്ധിക്ക്, ജീവൻ കൊണ്ട് മറുപടി. അപ്പോൾ ആരാണോ ഒരു ഭീകരനെ, വിഘടനവാദിയെ സ്വാർത്ഥ താല്പര്യത്തിന് വളർത്തിക്കൊണ്ട് വരുന്നത്, അവർ ആത്യന്തികമായി ആ രാജ്യത്തിനെതിരെ തിരിഞ്ഞു നിൽക്കും, ആ നേതാവിനെതിരെ തിരിഞ്ഞു നിൽക്കുമെന്നത് കവിനീതിയാണ്, ലോക ചരിത്രത്തിൽ അതുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഈസ് ഇൻ പ്ലേസ് ഇൻ ഇറാൻ. സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ സംഭവിച്ചില്ലേ? സദ്ദാം ഹുസൈനെ പുറത്താക്കി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ISISൻ്റെ കയ്യിലേക്ക് ഇറാഖിൻ്റെ ഒരു ഭൂമിയുടെ ഒരു നല്ല പങ്ക് പോയി. സിറിയയുടെയും ഇറാഖിൻ്റെയും ഭൂമി. സമാനമായ രീതിയിൽ ഷിയ, അത് ISIS സുന്നി ഗ്രൂപ്പാണ്, ഷിയ മിലിഷ്യകൾ തേർവാഴ്ച നടത്തും. ഇറാൻ എന്ന ഭരണകൂടം തകർന്നാൽ അവിടെ അമേരിക്ക ഒന്നും ചെയ്യാനാവില്ല. ഒരു പാവ സർക്കാരിനെ ഇരുത്തിയാൽ എക്കാലത്തും ഷിയ മിലിഷ്യകളുമായിട്ട് മുട്ടം വിട്ട് നിൽക്കാനേ പറ്റൂ. അത് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ആത്യന്തികമായി അമേരിക്കൻ താല്പര്യത്തിന് എതിരായി മാത്രമേ മിലിഷ്യകളെല്ലാം നിൽക്കൂ. ആ പ്രദേശം മുഴുവൻ അസന്തുലിത അവസ്ഥയിൽ നൂറുകണക്കിന് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി എന്ന് നമ്മൾ പറയുമല്ലോ, അതെ, പല പേരുകളിൽ ഇറാനിൽ നൂറുകണക്കിന് സംഘങ്ങൾ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കൂ. എങ്ങനെ സ്വസ്ഥമായിട്ട് ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും സ്വസ്ഥമായി എങ്ങനെ നീക്കാൻ പറ്റും? ഹോർമൂസ് കടലെടുക്കാൻ ആര് ആത്യന്തികമായി സുരക്ഷ? ഇപ്പോൾ അമേരിക്ക അതിൻ്റെ സുരക്ഷ ഏറ്റെടുക്കുന്നതാണല്ലോ പറയുന്നത്. ഹോർമൂസ് എത്ര കാലം ഹൂതികളെ തകർക്കുമെന്ന് പറഞ്ഞു. എത്ര കാലം, എത്ര പേരെ തകർത്തു? ഇപ്പോഴും ഹൂതികളുണ്ട് അവിടെ. അപ്പോൾ എന്നും ചെങ്കടൽ മേഖല പ്രശ്നകലുഷിതമാണ്. അതേപോലെ തന്നെ ഹോർമൂസ് കടലെടുക്കും എക്കാലത്തും പ്രശ്നഭരിതമായി തുടരാനാണോ അമേരിക്ക വഴിമരുന്നിടുന്നത്? അതുകൊണ്ടൊരു ഭരണം അവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ഭരണവുമായി ചേർന്ന് നിൽക്കാൻ, ബിസിനസ് ചെയ്യാൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ കഴിയണം. സുഹൃത്ത് ബന്ധമൊന്നും വേണ്ട. പക്ഷേ ഒരു രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ശരി, ഞങ്ങൾ ഉദ്ദേശങ്ങൾ ലക്ഷ്യം പൂർത്തിയാക്കി, ഞങ്ങളിതാ പിൻവാങ്ങുന്നു, നിങ്ങളിനിയും മുന്നോട്ട് പോകൂ. പക്ഷേ കൂടുതൽ ഇസ്രായേലിൽ ചൊറിയാൻ വരരുത്, ഞങ്ങൾ തിരിച്ചു വരും. ഈ താക്കീതോടുകൂടി തിരിച്ചു പോകാവുന്നൊരു സമയമാണിത്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഇതാണ്
പറ്റിയ സമയം. ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ പറ്റിയ സമയമാണ്. അതിൻ്റെ ശുഭസൂചനകൾ സ്റ്റോക്ക് മാർക്കറ്റിലും എണ്ണ വിപണിയിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് ഒരു നല്ല ലക്ഷണമായി കണ്ട് ട്രംപ് ആ കൃത്യമായ തീരുമാനമങ്ങെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ എന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ലോകം തന്നെ വറുതിയിലേക്ക് പോകും. ഹോർമുസ് കടലിടുക്കിലൂടെ വരാനുള്ള നൂറുകണക്കിന് കപ്പലുകളുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു. അത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും കടുത്ത പ്രശ്നത്തിലേക്ക് പോകും. അത് ലോകത്തിൻ്റെ ആകെ വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ടാകാൻ ഇട കൊടുക്കരുത്. അനന്തമായ സൈനിക നടപടി ഒരു കാരണവശാലും ഭൂഷണമല്ല. അത് ഇപ്പോഴെടുക്കുന്ന തീരുമാനം പിന്നീട് അവർക്ക് ബോധ്യമാകും അത് ഏറ്റവും ശരിയായ തീരുമാനമായിരുന്നുവെന്ന്. ആ ശരിയായ തീരുമാനത്തിലേക്ക് എത്രയും വേഗം ട്രംപ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം അവർക്ക് ആശ്വസിക്കാം. അവർക്ക് വേണമെങ്കിൽ അവകാശവാദമായി കോൺഗ്രസിൽ ഉന്നയിക്കാം. ട്രംപിന് ഖമനേയിയെ വകവരുത്തി അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവന്നു, മറ്റൊരു ഭരണാധികാരിയെ കൊണ്ടുവന്നു എന്ന് വാദിക്കാം. ട്രംപ് എന്തും വാദിക്കുന്ന ആളാണല്ലോ. ഈ കാര്യത്തിലും അദ്ദേഹത്തിന് വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ മറുവശത്ത് നിൽക്കുന്ന ഒരു സമസ്യയുണ്ട്, ഇസ്രായേൽ എന്ന സമസ്യ. അതിന് ഏത് തരത്തിൽ അവരുടെ ആ ഒരു യുദ്ധം ചെയ്യാനുള്ള ത്വര, അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ സൈനിക നടപടി എങ്ങനെ അവസാനിപ്പിക്കും, അതിനുകൂടി ഒരു മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. അതിലായിരിക്കും ഇപ്പോൾ ട്രംപിൻ്റെ ചിന്ത എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയാൽ നല്ലത്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഗൾഫ് മേഖലയിലുണ്ട്. ലോകത്തിൻ്റെ ആകെ പ്രതീക്ഷയും ഈ ഗൾഫ് മേഖല തന്നെയാണ് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.